ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നാം സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ലിവർപൂളിൻ്റെ മത്സരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലാണ്. അപ്പോൾ ടേബിൾ ടോപ്പേഴ്സ് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് ഇരയോളയുടെ ബോൺമൗത്തിനെതിരെ കളിക്കാനായിട്ട് ബോൺമൗത്തിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്കായിരുന്നു, വൈറ്റാലിറ്റി സ്റ്റേഡിയത്തിലേക്കായിരുന്നു. അപ്പോൾ ഈ മത്സരത്തിന് മുമ്പായിട്ട് ആകെ 7 ഗോളുകൾ മാത്രമേ അവർ ഹോമിൽ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് മികച്ച ഹോം ഡിഫൻസൊക്കെ അവകാശപ്പെടുന്ന തരത്തിലായിരുന്നു ഇരയോളയുടെ സൈഡ് ഇരിക്കുന്നുണ്ടായിരുന്നത്. മാത്രമല്ല ഇഞ്ചുറിയിൽ മുങ്ങിയിരിക്കുകയായിരുന്നെങ്കിലും ഇരയോള എന്ന് പറയുന്ന സ്പാനിഷ് കോച്ചിങ്ങിൻ്റെ മികവിൽ ഒടുക്കത്തൊരു അൺബീറ്റൺ റണ്ണും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ടായിരുന്നു. 11 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അവർ അൺബീറ്റൺ ആയിരുന്നു. ആ രീതിയിൽ ഇൻഫോം സൈഡായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫോം സൈഡിൻ്റെ 11 പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ അൺബീറ്റൺ റണ്ണ് ആർനെ സ്ലോട്ടിൻ്റെ പിള്ളേർ അങ്ങോട്ട് അവസാനിപ്പിച്ചു. 2-0 എന്നുള്ള സ്കോർ ലൈനാണ് ലിവർപൂൾ ഈ മത്സരം വിജയിച്ചു കയറിയുള്ളത്. ലിവർപൂളിൻ്റെ ഇനി ആ ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉള്ളത് മേഴ്സിസൈഡ് ഡാർബിയാണ്. അതിന് മുമ്പ് അവരെ സംബന്ധിച്ചോളം കറബാവ് കപ്പിൻ്റെ സെമി ഫൈനലിലെ സെക്കൻഡ് ലെഗ് പോരാട്ടമുണ്ട്. സ്പേഴ്സിനെതിരെ ഫസ്റ്റ് ലെഗിൽ അവർ 1-0 എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ലെഗിൽ കാര്യങ്ങൾ ടേൺ അറൗണ്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ആൻഫീൽഡിൽ അവരുടെ മുമ്പിലുള്ളത്. അതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇരയോളുടെ ടീമിൻ്റെ അൺബീറ്റൺ റണ്ണ് ആർനെ സ്ലോട്ടിൻ്റെ ടീം അവസാനിപ്പിച്ചത്? ഒപ്പം ഈ മത്സരത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകൾ എന്താണ്? ഒന്ന്, ലിവർപൂളിൻ്റെ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് പെനാൽറ്റിയിൽ നിന്നാണ്. അത് പെനാൽറ്റി ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, ട്രെൻഡിൻ്റെ ഒരു ഹാൻഡ് ബോൾ സിനാരിയോ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ, അത് ഹാൻഡ് ബോൾ ആയിരുന്നു. മറ്റൊന്ന്, ഈ മക്കാലിസ്റ്ററിൻ്റെ സെക്കൻഡ് യെല്ലോ കിട്ടേണ്ട തരത്തിലുള്ള ഒരു ചാലഞ്ച് ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് സെക്കൻഡ് യെല്ലോ കൊടുത്തില്ല? ആ ഒരു മൊമെൻറ്റിന് ശേഷം അപ്പം തന്നെ അദ്ദേഹത്തെ മാറ്റാനും ആർനെ സ്ലോട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് മിഡ്ഫീൽഡിൽ ട്വീക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് ആർനെ സ്ലോട്ട് ഈ മത്സരത്തിൽ മിഡ്ഫീൽഡിൽ കൺട്രോൾ കിട്ടാനായിട്ട്? ബോൺമൗത്തിൻ്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ലിവർപൂളിന് വേണ്ടി മത്സരത്തിൽ 2 ഗോളുകൾ അടിച്ചുള്ളത് മറ്റാരുമല്ല, മുഹമ്മദ് സലയാണ്. അതായത് 21 പ്രീമിയർ ലീഗ് ഗോളുകളായി ചെങ്ങായി, ഒപ്പം 13 അസിസ്റ്റുകളും. 23 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 34 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഒരു രക്ഷയില്ലാത്ത നമ്പേഴ്സാണ് അതൊക്കെ. ഇതിൽ തന്നെ ഈ മത്സരത്തിലെ 2ാമത്തെ ഗോൾ, ആദ്യത്തെ പെനാൽറ്റിയാണ്, 2ാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ അതൊരു സെൻസേഷണൽ ഫിനിഷാണ്. എഫർട്ട്ലെസ് ആയിട്ടാണ് ചെങ്ങായി അത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അത് ബോൺമൗത്തിൻ്റെ സാധ്യതകളെ കിൽ ഓഫ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ഗോള് മുഹമ്മദ് സല പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു. അവർക്ക് നമുക്കറിയുന്നതാണ് ആർനെ സ്ലോട്ടിൻ്റെ ശൈലിയിൽ ടെമ്പോ ഇൻക്രീസ് ചെയ്യേണ്ട സിനാരിയിൽ അവർ ടെമ്പോ ഇൻക്രീസ് ചെയ്യും, ട്രാൻസിഷനിൽ ത്രട്ടൺ ചെയ്യേണ്ട സിനാരിയിൽ അവർ ട്രാൻസിഷനിൽ ത്രട്ടൺ ചെയ്യും. അതൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർ കൗണ്ടർ അറ്റാക്കിൽ നല്ല രീതിയിൽ ടീമുകളെ ത്രട്ടൺ ചെയ്യുന്ന ഒരു സൈഡാണ്. ഒപ്പം അവർക്ക് ഈ ഒരു എക്സ് ഫാക്ടർ ഉണ്ട്. ഇതൊരു വല്ലാത്തൊരു എക്സ് ഫാക്ടറാണ് ഈ മുഹമ്മദ് സല എന്ന് പറയുന്ന ചെങ്ങായി. അപ്പോൾ മോസലയുടെ ആ പ്രസൻസ് ഈ ടീമിന് വല്ലാത്ത രീതിയിൽ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കിഡിലം പ്ലേയേഴ്സ് ഓൾ ഓവർ ദ പിച്ച് ഉണ്ട്. ഇപ്പോൾ ആലിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സേവുകൾ ഈ മത്സരത്തിൽ പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം ബോൺമൗത്ത് നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്. ബോൺമൗത്തിൻ്റെ ശൈലി എന്താണ്? അവർ കെയോസ് സൃഷ്ടിച്ചുകൊണ്ട് ഈ ട്രാൻസിഷനിൽ ത്രട്ടൺ ചെയ്യലാണ്. പക്ഷെ ആ കെയോസ് ഇഷ്ടമാണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. ലിവർപൂൾ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ 2 ടീമുകളും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഫിലോസഫി വെച്ച് കളിക്കാനാണ് ഈ മത്സരത്തിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ലിവർപൂളിൻ്റെ പ്ലേയേഴ്സ് വിജയം കാണുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ തന്നെ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിൽ എന്താണ് ആർനെ സ്ലോട്ട് കൊണ്ടുവന്നുള്ള ട്വീക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മക്കാലിസ്റ്ററും ഗ്രാവൻബർഗും ഒപ്പം സൊബോസ്ലയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ആ ഒരു മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗ് ഫിക്ചർ ഉണ്ടായിരുന്നു. അതിൽ കുറേ റൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ നടത്താൻ ആർനെ സ്ലോട്ടിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സാധാരണ സിറ്റിംഗ് മിഡ്ഫീൽഡറായിട്ട് ഗ്രാവൻബർഗല്ലേ കളിക്കാറുള്ളത്. ഈ മത്സരത്തിൽ സിറ്റിംഗ് മിഡ്ഫീൽഡറായിട്ട് പിവോട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് മക്കാലിസ്റ്റർ ആയിരുന്നു. വൈഡ് മിഡ്ഫീൽഡറായിട്ടാണ് ഗ്രാവൻബർഗ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ക്ലൈവേർട്ടിൻ്റെ ഈ ഒരു ഫോം മികച്ച ഫോമിലാണല്ലോ ക്ലൈവേർട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലൈവേർട്ടിനെ തടയണം, അതിന് ഗ്രാവൻബർഗിനെ വൈഡ് ഏരിയയിൽ കളിപ്പിക്കുന്നു. അപ്പോൾ അത് ഒരു പരിധി വരെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ മാത്രമല്ല ലൂയിസ് ഡിയാസ് ഫോൾസ് 9 ആയിട്ട് തന്നെയാണ് ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൂയിസ് ഡിയാസ് കൂടി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ മിഡ്ഫീൽഡിൽ ഒരു അപ്പർ ഹാൻഡ് ലിവർപൂളിന് ലഭിക്കുന്നുണ്ടായിരുന്നത്. ഗ്രാവൻബർഗ്, മെക്കാലിസ്റ്റർ, സൊബോസ്ലായി ഒപ്പം ലൂയിസ് ഡിയാസ് കൂടി താഴോട്ട് ഇറങ്ങി വരുന്നു. ഈവൻ മുഹമ്മദ് സല പോലും താഴോട്ട് ഇറങ്ങി വന്നിട്ട് മിഡ്ഫീൽഡിൽ സഹായിക്കുന്ന സിനാരികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലിവർപൂളിനെ സംബന്ധിച്ചോളം മിഡ്ഫീൽഡിൽ കുറേ കൂടി കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നു. ശരിയാണ്, ലിവർപൂൾ ചാൻസൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് ഈ സെമന്യോയുടെയൊക്കെ ഡ്രൈവും സെമന്യോയുടെയൊക്കെ ഒരു എനർജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. കാരണം സെമന്യോ ഒരു കിഡിലൻ വിങ്ങറാണെന്നുള്ള കാര്യം സംശയമുണ്ട്. ഭയങ്കര ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലൊരു വിങ്ങറാണ്. അപ്പോൾ അദ്ദേഹം ത്രട്ടൺ ചെയ്തിട്ടുണ്ട്.
പക്ഷേ ക്ലൈവറ്റിൻ്റെ ത്രെട്ടിനെ ഒരു പരിധി വരെ കഴിഞ്ഞ കുറേ മത്സരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ത്രെട്ടൊന്നും ഈ മത്സരം അതിന് പൊസസ് ചെയ്യാൻ സാധിച്ചില്ല. അത് ഈ പ്ലെയേഴ്സിൻ്റെ ഒക്കെ വർക്ക് റേറ്റ് മികച്ചതായിരുന്നു. ഗ്രാവൻബർഗിനെ ആ ഒരു വൈഡർ ഏരിയയിൽ കളിപ്പിച്ചതും അതിൽ ഗുണകരമായി എന്ന് പറയേണ്ടി വരും. പിന്നെ സോബോസ്ലൈ അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്തിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് വർക്ക് റേറ്റ് ചങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഗ്രാവൻബർഗിനെ സംബന്ധിച്ചോളം അത്ര കിടിലം മത്സരമായിരുന്നില്ല, പക്ഷേ എഫക്റ്റീവായിട്ട് ആ ടാക്റ്റിക്കൽ സംഭവം മനസ്സിലാക്കി തന്നെയാണ് ചങ്ങായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഈ മിഡ്ഫീൽഡർമാർ തമ്മിലുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും വേവ് ലെങ്ത്തും അതൊക്കെ അടിപൊളിയാണ്. അവർ ട്രയാങ്കിളുകൾ സൃഷ്ടിക്കുന്ന രീതിയാണെങ്കിലും, അവർ ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണെങ്കിലും, അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണെങ്കിലും, ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന രീതിയാണെങ്കിലും, അവർ പരസ്പരം എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർക്കായിട്ട്. അപ്പോൾ ആ രീതിയിൽ കറൻ്റ്ലി പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ലിവർപൂളിൻ്റെതാണെന്നുള്ളതാണ്. ഇപ്പോൾ മെക്കാലിസ്റ്റർ ആണെങ്കിലും ഗ്രാവൻബർഗ് ആണെങ്കിലും സോബോസ്ലൈ ആണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിങ്കിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല അവർ സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ എന്താണ്, ഒബ്വിയസ്ലി പൊസിഷനിൽ മാറ്റം വരുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി കവർ ചെയ്യാൻ മറ്റൊരു മിഡ്ഫീൽഡർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഗ്രേറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആർനെ സ്ലോട്ടിൻ്റെ ടീമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മിഡ്ഫീൽഡ്. ഏതൊരു ഫുട്ബോളിംഗ് സൈഡിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് മിഡ്ഫീൽഡ്. അപ്പോൾ മിഡ്ഫീൽഡ് ഒരു അപ്പർ ഹാൻഡ് ലിവർപൂളിനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പിന്നെന്താണ്, നമ്മൾ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ വാൻ ഡൈക്കും കൊനാട്ടയും ട്രെൻറ്റും റോബർട്ട്സുമാണ് ബാക്ക് ഫോറിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ബോൺമൗത്തിൽ ഒരുപാട് ഇഞ്ചുറി പ്രശ്നമുണ്ടായിരുന്നെങ്കിലും ക്ലൈവറ്റ് ഫോമിലാണ്, സെമിന്യോ ഫോമിലാണ്. മിഡ്ഫീൽഡിൽ ക്രിസ്റ്റി മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിന് ആഡംസ് ഉണ്ട്. പക്ഷേ ആ മിഡ്ഫീൽഡിൽ അപ്പർ ഹാൻഡ് ലിവർപൂളിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഇഞ്ചുറി കാരണം ഉള്ളതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡറായിട്ടുള്ള കുക്കാണ് റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവർക്ക് പിന്നീട് വില കൊടുക്കേണ്ട ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിലെ പ്രധാനപ്പെട്ട ഇൻസിഡൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആലിസൻ്റെ സേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് വരുമ്പോൾ ട്രെൻഡിൻ്റെ ഹെഡർ അത്ര നല്ലതായിരുന്നില്ല. ബോക്സിൽ അത് വന്നു വീഴുന്നു. അത് പിന്നെ ഒടുവിൽ ക്ലൈവറ്റിൻ്റെ ഒരു ഷോട്ടിൽ കലാശിക്കുകയാണ്. ഡിഫിക്കൽട്ടായിട്ടുള്ള ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആംഗിളിൽ നിന്ന് ക്ലൈവറ്റ് അടിക്കുന്നത് ആലിസൺ സേവ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഗോളിനുള്ള പെനാൽറ്റി വരുന്നത് അത് 23-ാമത്തെ മിനിറ്റിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ സോബോസ്ലൈയുടെ അടുത്തേക്ക് ബോൾ കൊടുക്കുന്നു. സോബോസ്ലൈ അവിടെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് മോശമായിരുന്നു ആ ഒരു ഹാഫ് വെയിലിൻ്റെ അടുത്ത്. അവിടെ ബോൾ നഷ്ടപ്പെടുന്നു. പക്ഷേ സോബോസ്ലൈ അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് ബേസാണ്. അദ്ദേഹം പുറകിലേക്ക് വന്നിട്ട് അവിടെ ആ ബോൾ വിൻ ചെയ്യുന്നു. അങ്ങനെ ആ ബോൾ ലിവർപൂൾ ഈ പ്രസ്സിനെ മറികടക്കാനായിട്ട് ലോങ് ബോളുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. ബോൺമൗത്തും അതേ രീതിയിൽ തന്നെ ലിവർപൂളിൻ്റെ പ്രസ്സിനെ മറികടക്കാനായിട്ട് ലോങ് ബോളുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പ്രസ്സിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് ഈ ലോങ് ബോൾ കൊടുക്കൽ. അപ്പോൾ അങ്ങനെ ഈ റോബർട്ട്സണിലേക്ക് ആ ബോൾ എത്തുന്നു. റോബർട്ട്സൺ അവിടെ നിന്ന് ഒരു ലോങ് ബോൾ കൊടുക്കുന്നു. ആ ലോങ് ബോൾ കൊടുത്തത് ഗാക്പോ അതിലേക്ക് റൺ ചെയ്യുകയാണ്. ചാനൽ റൺ ഗാക്പോ നടത്തുന്നത്. ഗാക്പോയുടെ പുറകിലൂടെ നമ്മുടെ ലൂയിസ് കുക്ക് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോക്സിലേക്ക് എത്തുന്ന സിനാരിയോയിൽ ഗാക്പോ നല്ല പേസിലാണ് ഓടുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ലൈറ്റ് നിക്ക് സംഭവിക്കുന്നു. ഗാക്പോ വീഴുന്ന സിനാരിയോയിൽ അദ്ദേഹത്തിൻ്റെ 2 കാലും കൂട്ടിയിടിച്ചിട്ടാണ് അദ്ദേഹം വീഴുന്നത്. അപ്പോൾ അത് പെനാൽറ്റി റെഫറി കാണുന്നു, റെഫറി കൊടുക്കുന്നു. അത് VR ചെക്ക് ചെയ്യുന്നു, അത് പെനാൽറ്റി ആണെന്ന് സ്ഥിരീകരിക്കുന്നു. ഇത് ഒരു കോൺട്രവേഴ്ഷ്യൽ മൊമെൻ്റായിട്ട് ന്യൂട്രൽ ആരാധകരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗാക്പോയുടെ കാല് 2 കൂട്ടിയിടിച്ച് വീഴുന്നതാണ് ആളുകൾ കാണുന്നത്. പക്ഷേ അതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള ലൂയിസ് കുക്കിൻ്റെ ആ ഒരു ടച്ച് അതാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ലൂയിസ് കുക്ക് ശരിക്കും ഗാക്പോയുടെ കാലിൽ തട്ടിയത് കൊണ്ട് മാത്രമാണ് ഗാക്പോയുടെ 2 കാലും കൂട്ടിയിടിച്ചിട്ട് അദ്ദേഹം വീണിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വീഴില്ല. കാരണം നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ തന്നെ കളിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഓടിപ്പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ പുറകിൽ ചെറിയൊരു നിക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ വീട് പോകും. അത് സ്വാഭാവികമുള്ള സംഭവമാണ്. അതേ രീതിയിലുള്ളൊരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് പണ്ടത്തെ കാലത്തൊക്കെ പെനാൽറ്റി കൊടുത്തിരുന്നു വെച്ചാൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത് പെനാൽറ്റി കൊടുക്കാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇതിപ്പോൾ ഒരു പക്ഷേ റെഫറി അത് പെനാൽറ്റി കൊടുത്തില്ലായിരുന്നെങ്കിൽ VR ഇടപെട്ടിട്ട് അതൊരു പെനാൽറ്റി കൊടുക്കേണ്ട ഒരു സിനാരിയോ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇവിടെ റെഫറി കൊടുത്ത സ്ഥിതിക്ക് അവിടെ ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ ഇല്ല, അത് പെനാൽറ്റി അല്ല എന്ന് വാദിക്കാൻ VRന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവരത് പെനാൽറ്റി കൊടുത്തത്. അപ്പോൾ എൻ്റെ കണ്ണിൽ അത് പെനാൽറ്റി കൊടുത്തതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം ആ രീതിയിൽ പേസിൽ ഓടി വരുന്ന സാഹചര്യത്തിൽ പുറകിൽ കാലിൽ തട്ടിക്കഴിഞ്ഞാൽ വീണു പോകും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കാണുമ്പോൾ ജസ്റ്റ് ഗാക്പോയുടെ കാല് 2 തട്ടിയിട്ട് വീണ പോലെ തോന്നുക. അതല്ല, അങ്ങനെ ഗാക്പോയുടെ 2 കാലും തട്ടി വീഴാൻ കാരണം പുറകിൽ കുക്ക് അത്തരത്തിൽ ഒരു നിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾ ട്രിപ്പ് ചെയ്തത്. കുക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പരിപാടി ഒന്നുമില്ല. ആളൊന്നും പറയുന്നില്ല. ആളവിടെ ഗിൽറ്റി പാർട്ടിയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വാദിക്കലോ പരിപാടി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ആ പെനാൽറ്റി കൊടുത്തത്. അത് പെനാൽറ്റി തന്നെയാണ്. അതിന് എന്തിനാണ് ഇത്ര വലിയ കോൺട്രവേഴ്സി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ശരിയാണ്, പണ്ടൊക്കെ ഇത് ചിലപ്പോൾ പെനാൽറ്റി കൊടുക്കില്ലായിരിക്കാം. പക്ഷേ അത് പെനാൽറ്റി കൊടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിൽ എന്നെ സംബന്ധിച്ചോളം വിവാദത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്.
പെനാൽറ്റി അടിക്കുന്നത് മോഹമ്മദ് സലയാണ്. മോഹമ്മദ് സലയെ സംബന്ധിച്ചോളം 2023 നവംബറിൽ ഇതേ ഗ്രൗണ്ടിൽ വെച്ചിട്ട് പെനാൽറ്റി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ നോ പ്രോബ്ലം, അദ്ദേഹം പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ലിവർപൂളിനും 1-0 ലീഡ്. ഇതിനു മുമ്പ് സോബോസ്ലൈക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലഗെയിൻ ഈ പ്രസ്സിങ് മികച്ചതാണ്. ഗ്രാവൻബർഗ് സോബോസ്ലൈക്ക് കൂടിയിട്ട് ബോൾ വിൻ ചെയ്യുന്നു. മുഹമ്മദ് സലയുണ്ട് ആ ഒരു ഹാഫിലിൻ്റെ അടുത്ത്. അങ്ങനെ സോബോസ്ലൈയുടെ റണ്ണ് മികച്ചതാണ്. ഗാക്പോയിലേക്ക് ബോൾ എത്തുമ്പോൾ സോബോസ്ലൈയുടെ റണ്ണ് അപ്പോഴേക്കും ചങ്ങായി ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഓടിയെത്തുന്നു. ഗാക്പോ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഷോട്ട് കെപ്പ സേവ് ചെയ്യുന്നൊരു സിനാരിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു സംഭവം, ഫസ്റ്റ് ഹാഫിൽ ബോൺമൗത്ത് ഒരു ഈക്വലൈസർ അടിച്ചു എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റിൽ നിന്ന് ഒരു കട്ടിങ് സൈഡ് കൊടുക്കുന്നത്. കെർക്കസ് എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് അടിപൊളി പ്ലെയറാണ്. ലിവർപൂളും ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ സെമന്യോയുടെ റണ്ണ് മികച്ചതാണ്. അങ്ങനെ സെമന്യോ ഈ കെർക്കസിൻ്റെ ഓവർലാപ്പിംഗ് റണ്ണ് പിക്ക് ചെയ്യുന്നു. കെർക്കസ് ഓടി എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു എനർജി ഭീകരമാണ്. പക്ഷേ അദ്ദേഹം ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ഓഫ് സൈഡാണ്. അദ്ദേഹം അവിടെ കട്ട് ബാക്ക് കൊടുത്തത് ബ്രൂക്സിലേക്ക് എത്തുന്നു. ബ്രൂക്സിൻ്റെ ഷോട്ട് ഗോളായി. പക്ഷെ അവിടെ ഓഫ് സൈഡാണ്. അതിൽ യാതൊരു കോൺട്രവേഴ്സിക്കുള്ള സാധ്യതയില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു മൊമെൻറ്റ്, സെമന്യോടൊരു കിഡിലൻ അറ്റംപ്റ്റ്, ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അറ്റംപ്റ്റ് പോസ്റ്റ് അടിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. അപ്പോൾ അത് ഗ്രേറ്റ് സ്ട്രൈക്കാണ്. അതെന്താ വെച്ചാൽ ചെങ്ങായി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ചാൻസാണ്. ബോക്സിൽ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സിനാരിയോയിൽ. അപ്പോൾ അവിടെ ട്രെൻഡ് ആണെങ്കിലും കൊനാറ്റ് ആണെങ്കിലും ബുദ്ധിമുട്ടാണ് ചെങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ. ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക് ചെങ്ങായി പുൾ ഓഫ് ചെയ്യുന്നു ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്ന്. പക്ഷെ അത് വുഡ് വർക്കിൽ തട്ടിപ്പോകുന്ന സിനാരിയോ നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ ഇതായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ ക്രിസ്റ്റിയും സെമന്യും തമ്മിലുള്ള ഒരു ലിങ്കപ്പിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു ചാൻസ് ബോൺമൗത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ വൺ ടച്ച് പാസിങ് അവരുടെ ഭാഗത്ത് നമ്മൾ കാണുന്നു. അപ്പോൾ അതിൽ തന്നെ ഈ സെമന്യോ ഒരു ടച്ചൊക്കെ എടുത്തിട്ട് അറ്റംപ്റ്റ് നടത്തുമ്പോൾ ആലിസൺ കയറി വന്നിട്ട് സേവ് ചെയ്യുകയാണ്. ആലിസൻ്റെ ആ ഒരു ചാർജ് അവിടെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ആലിസൺ ഒരു കിഡിലൻ കീപ്പറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവ് ചങ്ങായി നടത്തുന്നു. പിന്നെ മെക്കാലിസ്റ്ററിന് ഫസ്റ്റ് യെല്ലോ കാർഡ് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ലൂയിസ് ഡിയാസ് പൊസഷൻ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ ഒട്ടാര എന്ന് പറയുന്ന ചങ്ങായി അതുമായിട്ട് പോകാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മെക്കാലിസ്റ്റർ അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്നു, തടയുന്നു, അദ്ദേഹം വീണ് പോകുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ട്രെൻഡിൻ്റെ ക്രോസ് ബോക്സിലേക്ക് വരുന്നത് ക്ലിയർ ചെയ്തിട്ടുള്ള സംഭവം പിന്നെ എഡ്ജ് ഓഫ് ദി ബോക്സിൽ നിൽക്കുന്ന മെക്കാലിസ്റ്ററിലേക്ക് വന്ന് വീഴുകയാണ്. അപ്പോൾ അത് എന്താണ്, ബ്രുക്സ് ചാടി അത് വിൻ ചെയ്യുന്നു. അപ്പോൾ മെക്കാലിസ്റ്റർ സ്വിങ് ചെയ്യുമ്പോൾ ബോൾ വിൻ ചെയ്യുന്നത് ബ്രുക്സാണ്. അപ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും ഈ പിന്നെ ഷോട്ടിനായിട്ട് സ്വിങ് ചെയ്തിട്ടുള്ള കാല് ഈ ബ്രുക്സിൻ്റെ ഗ്രോയിൻ ഏരിയയിലേക്ക് വന്നിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് മെക്കാലിസ്റ്റർ. അപ്പോൾ അത് ഒരു യെല്ലോ കൊടുക്കാവുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു. അവിടെ യെല്ലോ കിട്ടിയില്ല. അത് ലിവർപൂളിനെ സംബന്ധിച്ചോളം ലക്കി മൊമെൻ്റാണ്. ഫസ്റ്റത്തേത് പെനാൽറ്റി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ അത് സെക്കൻഡ് യെല്ലോ കിട്ടേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു. ഫസ്റ്റ് യെല്ലോ കിട്ടേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു വെച്ചാൽ അവിടെ അൺലക്കിയാണ്. പക്ഷേ സ്റ്റിൽ എന്താണ്, ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സംഭവം തടഞ്ഞതിനാണ് അദ്ദേഹത്തിന് യെല്ലോ കിട്ടിയത്. ഇതും അതേ രീതിയിൽ ആ ഗ്രോയിൻ ഏരിയയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കാല് കൊണ്ടിട്ടാണ് യെല്ലോ കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു. രക്ഷപ്പെട്ടു പോയി. അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ പിൻവലിക്കുന്നു. ആ റിസ്ക് എടുക്കാൻ ആർണിസ്ലോട് തയ്യാറാകുന്നില്ല. അങ്ങനെ കർട്ടിസ് ജോൺസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു ഫോർച്യൂനേറ്റ് മൊമെൻറ്റ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഔട്ടാര വീടിനെ ട്വിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബോൾ അദ്ദേഹത്തിലേക്ക് റിസീവ് ചെയ്ത സാഹചര്യത്തിൽ മനോഹരമായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ട്രെൻഡിൻ്റെ കയ്യിൽ തട്ടിയെന്ന തരത്തിൽ വാദം വന്നിട്ടുണ്ടായിരുന്നു. ട്രെൻഡ് കൈ ഇങ്ങനെ ഉയർത്തിയിട്ടാണ്, പിന്നെ അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്, കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അത് ഹാൻഡല്ല. കാരണം വെച്ചാൽ ഈ സ്ലീവും ഈ ഒരു ഏരിയയിലാണ് അത് തട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഹാൻഡ് കൊടുക്കാൻ പറ്റില്ല. ക്രൗഡിൻ്റെ ഭാഗത്തായിരുന്നു കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ബോൺമൗത്തിൻ്റെ പ്ലേയേഴ്സ് കാര്യമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ കാര്യം ഓർക്കണം. അപ്പോൾ അത് മറ്റൊരു കോൺട്രവേഴ്സി സംഭവം. പക്ഷേ അതൊരു പെനാൽറ്റിയോ ഹാൻഡ് ബോളോ ഒന്നും അല്ല. പിന്നെ ഒരു ലോങ് ബോൾ ലിവർപൂൾ കൊടുക്കുന്നത് ലൂയിസ് കുക്ക് വിൻ ചെയ്യുന്നു. പിന്നെ ലിവർപൂൾ 3-4 പ്ലേയേഴ്സുമായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് കുക്കിലേക്ക് തന്നെ കൊടുക്കുകയാണ് ബോൺമൗത്ത് താരം. കുക്ക് ലോങ് ബോൾ കൊടുക്കുന്നു. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ക്ലൈവേർട്ടിൻ്റെ ഫസ്റ്റ് ടച്ച്, ഫാന്റാസ്റ്റിക് ഫസ്റ്റ് ടച്ചിൽ അദ്ദേഹം ടവനിയറിനെ റിലീസ് ചെയ്യുന്നത് എൻ്റെ റൈറ്റിലൂടെ ആണ് ചെയ്തിട്ടുള്ള. ടവനിയർ റോബർട്ട്സൺ അദ്ദേഹത്തിൻ്റെ പുറകിലൂടെ ഓടി വരുന്നുണ്ട്. പക്ഷേ ടവനിയർ മനോഹരമായിട്ട് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ഷോട്ട് കേൾ ചെയ്യുന്നു. അത് പോസ്റ്റിൽ തട്ടുന്നു. ഫാന്റാസ്റ്റിക് സ്ട്രൈക്കായിരുന്നു, ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക്. എന്നിട്ടോ അത് വന്ന് വീഴുന്നത് ബോക്സിൽ തന്നെ നിൽക്കുന്ന ക്ലൈവേർട്ടിലേക്കാണ്. ക്ലൈവേർട്ട് അവിടെ എന്താ പറയുക, ഓപ്പൺ പോസ്റ്റാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് പുറത്തേക്ക് പോയി. ക്ലൈവേർട്ട് ഇത്രയും ഫോമിലിരിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു കമ്പോഷർ അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. 1-0 നിൽക്കുന്ന സിനാരിയോ ആണ്. 1-1 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ അഗെയിൻ എന്താണ്, ഇത്തിരി ഫോർച്ചുനേറ്റ് ആയിരുന്നു ലിവർപൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെന്താണ്, എങ്ങനെയാണ് ലിവർപൂളിൻ്റെ രണ്ടാമത്തെ ഗോൾ വരുന്നത്? അതിൽ ഈ കർട്ടിസ് ജോൺസിൻ്റെയും സോബോസ്ലൈഡൊക്കെ വർക്ക് റേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു മൂവ് നടത്തുകയാണ് ബോൺമൗത്ത്. അപ്പോൾ ലിവർപൂളിൻ്റെ ബോക്സിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ മൂവ് തടയുന്നു സോബോസ്ലൈ. കർട്ടിസ് ജോൺസ് അവിടെ ഉണ്ട്.
അങ്ങനെ ആ ബോൾ അപ്പോഴേക്കും ഡാർവിൻ നൂനിസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡാർവിൻ നൂനിസ് അത് ഡ്രൈവ് ചെയ്തിട്ട് ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്ന ലൂയിസ് ഡിയാസിനെ പിക്ക് ചെയ്യുന്നു. ലൂയിസ് ഡിയാസ് ഇത്തിരി സമയമൊക്കെ എടുത്തിട്ട് ഈ കർട്ടിസ് ജോൺസിൻ്റെ റണ്ണിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. കർട്ടിസ് ജോൺസ് അപ്പോഴേക്കും ആ ബോക്സിൽ നിന്ന് ഈ ബോക്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ എഡ്ജിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പാസ് കൊടുക്കുന്നു. കർട്ടിസ് ജോൺസിൻ്റെ റൈറ്റിൽ നിൽക്കുന്ന ബോക്സിൻ്റെ റൈറ്റിൽ നിൽക്കുന്ന സാലയ്ക്ക് കൊടുക്കുന്നു. സാല അവിടെ നിന്ന് പിന്നെ ഒരു ഫിനിഷ് പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. വാട്ട് എ ഫിനിഷ്. ഹൗസൻ എന്ന് പറയുന്ന ഡിഫൻഡറൊക്കെ ഉണ്ട്. ഹൗസിനൊക്കെ നല്ല രീതിയിലാണ് ഈ മത്സരത്തിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നോക്കി നിൽക്കാനേ സാധിക്കുള്ളൂ. കാരണം ആ രീതിയിലാണ് അത് ചെങ്ങായി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ട് എ ഫിനിഷ്, വാട്ട് എ ഫിനിഷ്. അപ്പോൾ മോ സല മത്സരത്തിലെ രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. പിന്നെ അവസാനം മറ്റൊരു ചാൻസ് കൂടി ബോൺമൗത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെമന്യോയുടെ ലെഫ്റ്റിൽ നിന്നുള്ള ഡ്രൈവ്, ഫാൻറ്റാസ്റ്റിക് ഡ്രൈവ്. എന്നിട്ട് അദ്ദേഹം ആ ബൈലിയുടെ അടുത്ത് എത്തിയതിനു ശേഷം കട്ട് ബാക്ക് കൊടുക്കുന്നത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് നിയർ പോസ്റ്റിലേക്ക് ഇങ്ങനെ പോകുന്ന സിനാരിയോയിൽ ആലിസൻ്റെ ഗ്രേറ്റ് റിഫ്ലെക്സ് സേവ് നമ്മൾ കാണാം. അപ്പോൾ അത്തരത്തിൽ മനോഹരമായിട്ടുള്ള 2-3 കിഡിലൻ സേവുകൾ ആലിസൺ നടത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ലിവർപൂളിൻ്റെ വർക്ക് റേറ്റ് മികച്ചതാണ്. ബോൺമൗത്ത് നല്ല രീതിയിൽ കളിച്ചു. പക്ഷേ അവർക്ക് കിട്ടിയ ചാൻസ് മുതലാക്കാൻ സാധിച്ചില്ല. ലിവർപൂളിനെ സംബന്ധിച്ചോളം അവിടെ എക്സ് ഫാക്ടർ മുഹമ്മദ് സല എന്ന് പറയുന്ന ചങ്ങായി ഉണ്ടായിരുന്നു. ആളാണ് ഡിഫറൻസ് മേക്കറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇനി മോ സലയുടെ കാര്യം പറഞ്ഞാൽ എന്താ പറയുക, എല്ലാ ലിവർപൂളിൻ്റെ മാച്ച് റിവ്യൂവിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പോൾ ആളെ സംബന്ധിച്ചോളം 179 പ്രീമിയർ ലീഗ് ഗോളുകളായി ചങ്ങായി അടിക്കുന്നു. അതായത് പ്രീമിയർ ലീഗിൻ്റെ ഓൾ ടൈം ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ഈജിപ്ഷ്യൻ കിങ് ആയിട്ടുള്ള മുഹമ്മദ് സല. ഫ്രാങ്ക് ലംപാർഡിൻ്റെ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. 178 ഗോളുകൾ എന്ന് പറയുന്ന റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. പിന്നെന്താണ് അതേ സംബന്ധിച്ചോളം ഇപ്പോൾ 5 ഡിഫറൻറ്റ് സീസണുകളിൽ 20+ പ്രീമിയർ ലീഗ് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട്. 5 ഡിഫറൻറ്റ് പ്രീമിയർ ലീഗ് സീസണിൽ. അദ്ദേഹത്തെക്കാൾ കൂടുതൽ അടിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? അലൻ ഷീറർ 7 ഡിഫറൻറ്റ് സീസണുകളിൽ അടിച്ചിട്ടുണ്ട്. ഹാരി കെയ്നും അതുപോലെ തന്നെ നമ്മുടെ അഗ്വേറയും 6 സീസണുകളിൽ ഇത്തരത്തിൽ 20+ പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചിട്ടുണ്ട്. തിയറി ഓൺറിയും മുഹമ്മദ് സലയും 5 ഡിഫറൻറ്റ് സീസണുകളിലാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചങ്ങായി ഇത്ര കൺസിസ്റ്റൻ്റായിട്ട് ഒരു മെഷീൻ പോലെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ചില ആളുകൾ ചങ്ങായിക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചില ആൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നതിന് ഒരു വിമ്മിഷ്ടമുണ്ട്. എന്ത് തേങ്ങയ്ക്കാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മുഹമ്മദ് സല ഒരു ഓൾ ടൈമറാണ്, പ്രീമിയർ ലീഗിൻ്റെ കാര്യത്തിൽ ഒരു ഓൾ ടൈമറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അൺബിലീവബിൾ നമ്പേഴ്സാണ്. അതും ഇങ്ങനെ മറ്റൊരു സമ്പാദ്യത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ് ലെവൽ കൂടി, ഇഞ്ചുറി പറ്റാതിരിക്കട്ടെ, കാരണം ലിവർപൂൾ വളരെ 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 ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. അപ്പോൾ ആ ഫിറ്റ്നസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു അദ്ദേഹം. ഈ രീതിയിൽ കൺസിസ്റ്റൻറ്റ് ഡെലിവറി ചെയ്യുന്നു. ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളാണ്. അപ്പോൾ അതാണ് മത്സരത്തിൽ മൊത്തം 14 അറ്റംപ്റ്റുകൾ ഇരുവളർ ബോൺമൗത്ത് നടത്തിയതിൽ 3 മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ. ലിവർപൂൾ 19 അറ്റംപ്റ്റുകൾ നടത്തി 7 ഒരു ടാർഗറ്റിലേക്ക് അടിച്ചു, 2 ഗോളുകൾ അടിച്ചു. ബോൺമൗത്ത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവർ ട്രാൻസിഷനിൽ ഭയങ്കരമായിട്ട് ത്രെട്ടൺ ചെയ്യും. ട്രെൻഡിന് പിന്നെ ഒരു ഇഞ്ചുറി പറ്റിയിട്ട് കയറേണ്ട ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൈ ഇഞ്ചുറിയാണ്, വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ കർബാവ് കപ്പിൽ ഉണ്ടായിരിക്കില്ല, മേഴ്സിസൈഡ് ഡർബിയിൽ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ട്രെൻഡിനെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ട്രെൻഡിനെ സംബന്ധിച്ചോളം ഈ മത്സരത്തിൽ കൂടുതലും ഡിഫെൻഡിങ് ചെയ്യാനാണ് അദ്ദേഹത്തിന് ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ചില സിനാരിയോകളിൽ ഇത്തിരി ഇടങ്ങറായിട്ടുണ്ട്. അതിപ്പോൾ ഈവൻ റോബർട്ട്സിനും ഇടങ്ങറായിട്ടുണ്ട്. കാരണം വെച്ചാൽ ബോൺമൗത്ത് നല്ല റണ്ണിങ് ടീമാണ്. അവന്മാർ ഭയങ്കരമായിട്ട് വർക്ക് റേറ്റ് കൊടുക്കും. അവന്മാരുടെ പ്രസ്സിങ്ങും ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ ലിവർപൂളിനെ സംബന്ധിച്ചോളം പ്രസ് വെയിറ്റ് ചെയ്യാനറിയാം. അതേപോലെ തന്നെ ബോൺമൗത്തിനും ടീമുകൾ പ്രസ് ചെയ്യുന്ന അവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മത്സരമായിരുന്നു. 2 ടീമുകളും പ്രസ് ചെയ്യുന്നു, 2 ടീമുകളും ഓടാൻ താല്പര്യപ്പെടുന്നു, 2 ടീമുകളും ട്രാൻസ്ഫീൽഡിൽ അറ്റാക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ആർണി സ്ലോട്ടിൻ്റെ ടീം മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ കൺട്രോൾ ബെറ്ററായിട്ട് ബോൺമൗത്തിനേക്കാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വിജയിച്ചു കയറിയിരിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.